ജമ്മുകാശ്മീരിലെ മേഘവിസ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 11ആയി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. ഹിമാചൽ പ്രദേശിൽ മിക്ക ജില്ലകളും വെള്ളത്തിനടിയിലാണ്. കനത്ത മഴയെ തുടർന്നാണ് കാശ്മീരിലെ റിയാസി, റംബാൻ മേഖലകളിൽ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും ഉണ്ടായത്. 5 കുട്ടികളടക്കം 7 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയോടെയാണ് കണ്ടെത്തിയത്. നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. ഹിമാചൽ പ്രദേശിൽ മിക്ക ജില്ലകളും വെള്ളത്തിനടിയിലാണ്. ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. അടിക്കടി ഉണ്ടാകുന്ന മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ജനങ്ങൾക്കിടയിൽ കൂടുതൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ വെള്ളപ്പൊക്കത്തിൽ ചമ്പ ജില്ലയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. നിരവധി വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, അസം, മേഘാലയ, മിസോറാം, ഒഡീഷ, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 2 ആഴ്ച കൂടി ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കൈരളി ന്യൂസ്, ദില്ലി.